കേക്ക് കിട്ടിയ സമയം താൻ അങ്ങോട്ടേക്ക് വാ. ഗാഥ, എല്ലാവരുടെയും ക്ഷമ പരീക്ഷിക്കല്ലേ. തന്നെ കാത്തു നിൽക്കുന്നവരൊന്നും അത്രയ്ക്ക് വിഡ്ഢികളല്ല. സോറി നവീൻ, ഞാൻ വരില്ല. കേക്ക് കട്ട് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോ അതിനകത്ത് നാഗം ഉണ്ടാവുക. അപ്പോഴായിരിക്കും അതെന്നെ കൊത്തുക. ഗാഥ വെറുതെ ഭ്രാന്ത് പറയാതിരിക്കേ. കേക്കിനകത്തുനിന്ന് എവിടെയാ പാമ്പ്? നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ മോളെ നിന്നത്? അതിനിടയിൽ എന്ത് സംഭവിക്കാനാ? എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതിനിടയിലല്ലേ ഞാൻ ആ പാമ്പിനെ കണ്ടത്. എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ ആരും നിർബന്ധിക്കണ്ട. ഗാഥ, ഇപ്പൊ തന്റെ ഈ സ്വഭാവം കൊണ്ട് ഈ ആഘോഷം മാറ്റിവെച്ച പിന്നെ ഒരു പക്ഷേ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നവീൻ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം മാഡം? ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ഭാര്യയും ഭർത്താവും ആവുമ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്യണം, പരസ്പരം മനസ്സിലാക്കണം. ഇതല്ലാതെ മാഡത്തിന് വേറെ എന്തെങ്കിലും എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാനുണ്ടോ? ഓക്കെ, ഞാൻ എന്താ തിരുത്തേണ്ടത്? ഞാൻ എന്താ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? മോളിത് കേൾക്കുന്നില്ലേ? ചോദ്യം എന്നോടാ. ഞാൻ എന്താ തിരിച്ചു പറയേണ്ടത്? ഒന്ന് ഇവിടുന്ന് പോവാമോ എല്ലാവരും? ആ ബർത്ത്ഡേയുടെ കാര്യം കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു. എനിക്കൊരു ആഘോഷം വേണ്ട, ഒന്നും വേണ്ട. ഇതിനെ എന്ത് പേരിട്ട് വിശേഷിപ്പിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ജീവിതം പഠിച്ചിടത്തൊന്നും ഇങ്ങനത്തെ ഒരു പെരുമാറ്റവുമില്ല. മറ്റൊരു സ്ഥലത്തായിരുന്നെങ്കിൽ ഞാനിതിങ്ങനെ വിട്ടു കൊടുക്കത്തില്ലായിരുന്നു. മാഡത്തിന് മനസ്സിലായില്ലേ? സിത്താരെ, അവന്റെ സങ്കടം സിത്താരയ്ക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അവനൊരു ആൺകുട്ടിയല്ലേ. വിട്ടുവീഴ്ചയ്ക്ക് പരിധിയുണ്ടല്ലോ. ഒരു കോമാളിയെ പോലെയാ അവനവിടെ അവരുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്നത്. സങ്കടമുള്ള കാര്യ. സുമിത്ര, കുറച്ച് കഴിയട്ടെ. ഞാൻ മോളെ ഒന്ന് സ്വസ്ഥമാക്കിയിട്ട് ഞാൻ കൂട്ടി വരാം.